എന്താ ഇവിടെ ഞാൻ വെറുതെ ഒരാളെ കാത്തിങ്ങനെ നിൽക്കണം ചേട്ടാ ഞാന് പണിയില്ലാതായിട്ട് 1.5 മാസത്തിൽ പണിയൊന്നുമില്ല. അപ്പൊ ക്രിസ്മസ് ഒക്കെ വരല്ലേ, കുട്ടികൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പണിയൊന്നും ഇല്ലേനും ഇവിടെ എവിടെയും വല്ല പണി നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പണി ഇപ്പം നമ്മളെ അറിവിലൊന്നും ഇല്ല. ഒന്നാമത് നാട്ടിൽ പണി തെമ്മാണ് ഇപ്പോൾ, ആർക്കും പണിയില്ല. ഇപ്പോൾ ആരത്തെ ഏതായാലും നിങ്ങളിങ്ങനെ അന്വേഷിച്ച് നോക്കി കേട്ടോ. പോയി വെക്കുന്നു കേട്ടോ. ഓക്കെ. എവിടേക്കാ ഇതില്ല അങ്ങോട്ട് വൈക്ക് പോണത്? 2 മാസമായിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും പണിയിട്ട് പോകാൻ വേണ്ടി ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, കുട്ടികൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളെ തോട്ടത്തിൽ എന്തെങ്കിലും പണിയുണ്ടോ? ഒരു 2 ദിവസത്തെ പണി. നമ്മളെ തോട്ടത്തിലേ ഇഷ്ടംപോലെ പണിയൊക്കെ ഉണ്ട്. പക്ഷേ മലയാളികളെ ഞാൻ വെക്കാറില്ല. ഒരു പണിയെടുക്കൂല, അതന്നെയാണ് കാര്യം. എന്നാൽ ശരി. അടക്കവര എടുക്കണ്ടല്ലോ, എനിക്ക് അതിൽ പണി തരുമോ? പെറുക്കാൻ എന്തെങ്കിലുമൊക്കെ? ആകെ ഒരു പറിക്കാനുള്ളൂ, എനിക്ക് പെറുക്കേണ്ട അടയ്ക്കുള്ളൂ. ക്രിസ്മസിന് 2-3 ദിവസം കൂടി ഇല്ലേ, ഡ്രസ്സ് നമുക്ക് എടുക്കാം കേട്ടോ. എടുത്തരാം. എന്താ ഇപ്പം ചെയ്യാം, പണിയാണെങ്കിൽ ഇല്ലേനും 1 മാസമായി പണി. ഇപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് എന്തെങ്കിലും കാട്ടിപ്പോൾ ആരോടൊപ്പം ചോദിക്കാം പൈസ? അല്ല ഇജ്ജ് എങ്ങോട്ടപ്പോ ഇതിലെ? പണിയില്ലാണ്ടായിട്ട് ഇപ്പോൾ 1.5 മാസത്തോളമായി. ക്രിസ്മസ് ഒക്കെ വരുന്നത്, കുട്ടികൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കും വേണം. അപ്പോൾ എൻ്റെ മോലാണ്ട് യൂറോപ്പിൽ 2 പണി ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് അന്വേഷിച്ച് നോക്കും. കുറേ പണി അന്വേഷിച്ച് നടന്നു, എവിടുന്ന് പണി കിട്ടി. അപ്പോൾ എൻ്റെ മോലാണ്ട് യൂറോപ്പിലെങ്കിൽ 2 പണി കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആട് പണി ചോദിച്ചു കഴിഞ്ഞാൽ മലയാളീസാണ്, പണി എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിഹസിച്ച് എടുക്കുന്നുണ്ട്. ഇജ്ജൊരു കാര്യം ചെയ്യും, ഇജ്ജ് ഇവിടെ നിൽക്കേ, ഞാൻ എൻ്റെ മോലാളിൻ്റെ അടുത്ത് പോയിട്ടേ ഒന്ന് ചോദിച്ചോക്കട്ടെ, നമുക്ക് പണി കിട്ടുമെന്നില്ല കേട്ടോ. പോരാ. പിന്നെ കോയക്ക, നമ്മളൊരു പരിചയക്കാരനാണ്. മൂപ്പർക്ക് കുറച്ചായിട്ട് പണിയും തോരൊന്നും ഇല്ല. അപ്പോൾ 2 ദിവസം പണി കൊടുക്കാൻ പറ്റുമോ? ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ഞാനിപ്പോൾ എന്താ അറിഞ്ഞ് മലയാളികൾക്ക് പൊതുവെ പണി കൊടുക്കൽ കണക്ക് അറിയില്ലേ. അന്നെ തന്നെ എൻ്റെ കഷ്ടപ്പാടും പാരാതും കേട്ടു എന്നെ 4 ദിവസം പണിക്ക് വെച്ചു. ഇപ്പം എൻ്റെ പണി എനിക്ക് വേണ്ടപ്പോൾ കോയക്ക, എന്നാൽ ഞാനൊരു 2 ദിവസം ലീവാക്കിയാലോ? ആ സാധുവിന് പണി ഉണ്ടായിട്ട് കുറേ ആയിക്കുന്നതാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ. എന്തേലൊക്കെ കാട്ടും. പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ കോയാക്കാനോട് പറഞ്ഞേക്കണു, ഞാൻ 2 ദിവസം ലീവാക്കാം. എന്നാൽ ഇജ്ജ് ഒരു 2 ദിവസം എൻ്റെ വേറെ എടുത്തോ. നിങ്ങൾക്കിപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ. ആയിക്കോട്ടെ, വലിയ സന്തോഷം. അതൊക്കെ
പണിയൊക്കെ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു. ആ, എത്ര ഇപ്പൊ നിങ്ങള് കൂലിയൊക്കെ? കൂലി എങ്ങനെയാ വെച്ചാൽ ഇവിടുത്തെ കൂലി എങ്ങനെയാ നിങ്ങൾ തന്നാൽ മതി. പണിയൊക്കെ കഴിഞ്ഞില്ലേ? പണിയൊക്കെ കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു. ആ, എത്ര ഇപ്പൊ നിങ്ങളെ കൂലി? കൂലി എങ്ങനെയാ വെച്ചാൽ ഇവിടുത്തെ നാട്ടിൽ എങ്ങനെ വെച്ചാൽ നിങ്ങൾ തന്നാൽ മതി. 800 റുപ്യ ഞാൻ കൂലി എടുക്കല് മറ്റോനെ. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ എന്റെ പകരം 200 റുപ്യയും കൂടി ഞാൻ എനിക്ക് ഏറെ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ 1000 റുപ്യ ഉണ്ട് ഇപ്പൊ ഇതിൽ കേട്ടോ. സന്തോഷമായില്ലേ? സന്തോഷമായി. ആ, എന്നായിക്കോട്ടെ കേട്ടോ. ആയിക്കോട്ടെ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഞാൻ മഫ്തിയിൽ വന്നാലേ ഇപ്പം നിങ്ങളെ കിട്ടുള്ളൂ എന്ന് എഴുതി വന്നതാണ്. ഹെൽമെറ്റ് കൊടുത്തു. ആ, ഇൻഷൂറും പൊല്യൂഷനും ഹെൽമെറ്റും ഒന്നുമില്ലല്ലോ. ഇപ്പോൾ 2000 റുപ്യ ഫൈൻ അടക്കണം കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയിട്ട് പണി ഉണ്ടായില്ല, 2-3 മാസമായിട്ട്. ഇന്നൊരു പണി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വരികയാണ്. അതൊന്നും പറയാൻ പറ്റൂല. ഫൈൻ അടക്കണം. ക്രിസ്മസ് കഴിഞ്ഞതൊക്കെ ഒന്ന് ചെയ്യാൻ റെഡിയാക്കാന്ന് വിചാരിച്ചു. അതൊന്നും പറ്റൂല. ഫൈൻ എന്തായാലും ഒന്ന് അടച്ചിട്ടാ മതി. എന്നിട്ട് ക്രിസ്മസ് കൂടിയാൽ മതി. വണ്ടി തരാം. അണക്കറിയാലോ നിയമം ലംഘിച്ച് വണ്ടി ഓട്ടാൻ പറ്റൂല എന്നുള്ളത്. ഒരു 2000 റുപ്യ എടുത്താ ഇപ്പൊ തന്നെ ഫൈൻ എഴുതി കൊടുക്കും. 2 മാസമായിട്ട് പണിയൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഓൺലൈനിൽ അടിച്ചു, അല്ലെങ്കിൽ കോടതി കൂടുകയാണ്. കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇന്നൊരു പണി കിട്ടിയതാണ്, അത് കഴിഞ്ഞ് പോരാണ് സാറേ. അല്ലെങ്കിൽ കോടതിയിൽ അടച്ചോ. ആ 1000 റുപ്യ കൂലി കിട്ടിയതാണ് സാറേ. ഇപ്പൊ തരികയാണെങ്കിൽ തന്നെ ഞാൻ കുട്ടികൾക്ക് എന്താ ചെയ്യാം? ഇപ്പൊ തരികയാണെങ്കിൽ 1000, ആ കോടതിക്ക് അടിച്ചാണെങ്കിൽ 2000 കാരണം എന്താ കാട്ടേണ്ടത് ഇപ്പൊ പറഞ്ഞോ. ഇപ്പൊ ആകെ 1000 റുപ്യ അല്ലേ? ഇപ്പൊ തരികയാണെങ്കിൽ 1000 ഇപ്പൊ ഞാൻ ഒതുക്കും. അല്ലെങ്കിൽ കോടതിയിലാണെങ്കിൽ 2000 അടച്ചോ. ഞങ്ങൾ 1000 വെച്ചു. ഈ നാളെ മുതൽ ഹെൽമെറ്റ് ഇട്ട് ഇറക്കാം കേട്ടോ. വെച്ചോ. ചോദിക്കോ. അല്ലർക്കാ എന്താ ഇവിടെ ഇരിക്കണു? കുറെ കാലമായിട്ട് പണി ഉണ്ടായില്ല. ഇന്നിപ്പോ ഒരു പണി ഇട്ടിരുന്നു. ആ പണി കഴിഞ്ഞ് പോരുമ്പോൾ വണ്ടി പോലീസ് വെച്ചു രേഖചാട്ടി ചെക്ക് ചെയ്തു. അപ്പോൾ വണ്ടിൻ്റെ ഇൻഷൂറും കഴിഞ്ഞിരുന്നു, പിന്നെ പുക പേപ്പർ കഴിഞ്ഞിരുന്നു, ഹെൽമെറ്റും ഉണ്ടായില്ല. അപ്പോൾ കുറച്ച് നേരം പണിയില്ലാത്തതുകൊണ്ട് അതൊന്നും ശരിയാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ 1000 റുപ്യ കൂലിട്ട് നാളെ ക്രിസ്മസ് ഒക്കെ അല്ലേ, കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പോയതൊരു പണിയും കിട്ടി. അത് കഴിഞ്ഞ് പോകുന്നപ്പോൾ പോലീസുകാർ പിടിച്ച് അവർ 2000 റുപ്യ ഫൈൻ എഴുതി. അതിൽ 1000 റുപ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. അതിനിപ്പോൾ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ പെരേക്ക് ചെല്ലുക? നാളെ ക്രിസ്മസ് ആണ്, കുട്ടികൾക്ക് എന്തെങ്കിലും എടുക്കണ്ടേ? അതിനിപ്പോൾ ആകെ പെരേക്ക് പോണ്ടേന്ന് തന്നെ ആലോചിച്ചിങ്ങനെ ഇരിക്കാൻ ഞാൻ പറയും. അല്ല പണി കൊറേ ദിവസമായി ഉണ്ടായിട്ട്? 1-2 മാസമായിട്ട് പണിയൊന്നുമില്ലേ. പിന്നെ ഇത് ക്രിസ്മസ് കായില്ലായിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കണ്ട. എനിക്ക് പള്ളിക്കുന്ന ദിവസം കായ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് അത് പോയിട്ട് എൻ്റെ കുട്ടികൾക്ക് തുണി കുപ്പായങ്ങളൊക്കെ വെച്ച് പോയെടുത്തോ. പിന്നെ അതവിടെ നീച്ചാൻ നോക്കാം. അവിടുന്ന് നീച്ച എന്നാ അത് കൈ പിടിച്ചോ. ഇത് പോയിങ്ങാട് കുട്ടികൾക്ക് ഇതൊക്കെ വാങ്ങിയിട്ട് കൊടുത്തോ. പിന്നെ പൈസ വെച്ച് പിന്നെ തന്നാൽ മതി. പൈസ ആക്കം പോലെ കേട്ടോ. ആ ആ ആ ആ ആ കേട്ടോ.